കുന്നത്തൂർ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ. കുന്നത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി ഔദ്യോഗികമല്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ രംഗത്ത് സജീവമാണ്. ഉല്ലാസ് കോവൂരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഉല്ലാസ് RSPയുടെ സ്ഥാനാർത്ഥിയായി കുന്നത്തൂർ മണ്ഡലത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ ഉല്ലാസ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഉല്ലാസ്, ഈ RSPയുടെ പല സീറ്റുകളും, അതായത് 2 സീറ്റുകൾ ആറ്റിങ്ങലും മട്ടന്നൂരും അവർക്ക് വെച്ചു മാറണമെന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ ചവറയിൽ തന്നെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരവിപുരത്ത് പ്രേമേന്ദ്രൻ്റെ മകൻ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇതിനെല്ലാം ഇടയിൽ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ കേരളത്തിൽ ആദ്യമായി UDF ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് വളരെ സജീവമായി. ഞാനിപ്പോൾ വിളിച്ച പല സമയത്തും ഉല്ലാസ് പല സ്ഥലങ്ങളിലും ഈ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനൊരു തീരുമാനവും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളും എന്തൊക്കെയാണ്? സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ 2016 മുതൽ ഈ നിയോജകമണ്ഡലത്തിൽ സജീവമായി മുക്കിലും മൂലയിലും ഒരു സാധാരണക്കാരൻ എന്നുള്ളതിൽ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ടിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2700 അപ്പോൾ 20,000-ന് മുകളിൽ കിടന്ന കുന്നത്തൂർ നിയോജക മണ്ഡലം LDFൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 20,000-ന് മുകളിലാണ് നമ്പർ. സ്വാഭാവികമായും പാർട്ടി അത്തരത്തിലൊരു നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സജീവമായി നമ്മൾ എല്ലാ മേഖലയിലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വീണ്ടും രംഗത്തിറങ്ങാനായിട്ടുള്ള ഒരു അവസരമാണ് പാർട്ടിയും UDFും ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, 2016-ൽ 20,598 വോട്ടായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 2021-ൽ അത് 2,700-ലേക്ക് താണു വന്നു എന്നുള്ളതാണ്. അത് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി മുഴുവൻ ബൂത്തുകളിലും ഈ 10 പഞ്ചായത്തുകൾ കല്ലടയാർ ഒഴുകുന്നു, അതിൻ്റെ ഇരുകരകളിലായി ഭൂപ്രദേശം വലിയ ഭൂവിസ്തൃതിയുള്ള 10 പഞ്ചായത്തുകളുള്ള ഒരു വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടുത്തെ എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ വിഷയങ്ങളിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്താണെങ്കിലും RYF എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിഷയങ്ങളിലും സജീവമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രോഗ്രസ് കാർഡാണ് എനിക്ക് വെക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 തവണ ഉല്ലാസ് മത്സരിക്കുകയുണ്ടായി. 2 തവണയും ഉല്ലാസ് ഈ പറഞ്ഞ പോലെ ഉല്ലാസിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഈ LDFന് വിജയിക്കാൻ സാധിച്ചു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഉല്ലാസ് പറഞ്ഞതുപോലെ വിജയസാധ്യത വളരെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഉല്ലാസ് വിജയിക്കുന്നു എന്ന് വരെ ചില കോണുകളിൽ ചില സാഹചര്യത്തിൽ വോട്ടെണ്ണുള്ള സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷം ആ ഒരു സാഹചര്യം, അതായത് ജനങ്ങൾ ഉല്ലാസിനെ ഏറ്റെടുക്കുന്നു എന്ന് തോന്നിയ ആ സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ മാറ്റം, അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ മണ്ഡലത്തിലെ ഈ കുന്നത്തൂർ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും UDFന് ഭരണം ലഭിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് കഴിഞ്ഞ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ശൂന്യതയുണ്ടല്ലോ, ആ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വലിയൊരു PR വർക്കുണ്ട്. ആ PR വർക്കിൻ്റെ റിസൾട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അത് പിന്നീട് വന്നിട്ടുള്ള പല പല സംഭവവികാസങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും അത് തെളിഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുകയും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗം, ഒരു സീനിയർ അംഗം എന്നുള്ള നിലയിൽ ഈ നിയോജക മണ്ഡലം പ്രതിനിധീകരിക്കുമ്പോൾ ഒരു തുടർഭരണത്തിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടാത്ത ഒരു നിയോജക മണ്ഡലം. കേവലം നമ്മളിപ്പോൾ നിൽക്കുന്ന ശാസ്താംകോട്ട തടാകക്കരയിലാണ്. തൊട്ടടുത്ത ശാസ്താംകോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ വികസനം മാത്രം പറഞ്ഞാൽ മതി ഇത്തവണ 2,700 എന്നുള്ളതിനെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം. കാരണം തൊട്ടടുത്ത് കുണ്ടറ പ്രതിപക്ഷ MLA ആണ്, തൊട്ടടുത്ത് കരുനാഗപ്പള്ളി പ്രതിപക്ഷ MLA ആണ്. ആ 2 പ്രതിപക്ഷ MLAമാരുടെയും നിയോജക മണ്ഡലത്തെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളുടെ വികസനവും ഭൗതിക സാഹചര്യവും സ്റ്റാഫ് പാറ്റേണും കമ്പയർ ചെയ്താൽ ശാസ്താംകോട്ട എന്ന് പറയുന്നത് ഒരു പനി ക്ലിനിക്കാക്കി മാറ്റിയതിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ലേ? CPM ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ലേ? ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സീനിയർ MLAക്ക് ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ വികസനമില്ലായ്മയെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഇവിടുത്തെ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അദ്ദേഹം നടത്തിയ ഒരു വാദപ്രതിവാദം, അദ്ദേഹം ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ആളല്ല. കാരണം 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണത്തിലിരുന്നിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്? തൊട്ടരികിൽ ശാസ്താംകോട്ട തടാകം, നിയമസഭയിൽ ശാസ്താംകോട്ട തടാകത്തിൻ്റെ പേരിൽ കോമാളിത്തം വിളമ്പുകയല്ല, ജാഗ്രതയോടുകൂടി ഈ ജീവൽ ജലത്തെ
ഈ കണ്ണീർ തടാകത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധി കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണയും കഴിഞ്ഞ തവണയും പറഞ്ഞത് കേവലം സ്ഥാനാർത്ഥിയുടെ വ്യക്തിമഹിമയോ ഇല്ലായ്മകളോ അല്ല ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, പോരായ്മകളല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ മണ്ഡലം വികസനത്തിനായി ദാഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും നടത്തുന്ന മർമറിങ് ചില കള്ള പ്രചാര വേലകൾ അതൊക്കെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അത് യാഥാർത്ഥ്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു ജനപ്രതിനിധി ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ 100% ഈ ജില്ലയിൽ ജയിക്കാൻ പോകുന്ന സീറ്റുകളിൽ ഒന്നായി ഈ കുന്നത്തൂർ നിയോജക മണ്ഡലം മാറുമെന്ന കാര്യത്തിൽ ഐക്യജനാധിപത്യയുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. കാരണം ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം സമീപ മണ്ഡലങ്ങളിലെല്ലാം വികസനത്തിൻ്റെ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം നടക്കുമ്പോൾ വികസനമില്ലായ്മയിൽ വികസന നിസ്സംഗതയിൽ പെട്ടുഴലുകയാണ് കുന്നത്തൂർ. ആ വികസന നിസ്സംഗതയ്ക്കെതിരായി തീർച്ചയായും കുന്നത്തൂർ ഇത്തവണ പ്രതികരിക്കും. ഒരു മാറ്റത്തിനായി അതിപ്പോൾ ഇവിടെ സന്ദീപ് ജി സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം പൊതുജനത്തിൻ്റെ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ഇത്തവണ ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം കേവലം വ്യക്തി എന്നുള്ളതിൽ എൻ്റെ മാറ്റമല്ല, അത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിലുണ്ടാകുന്ന മാറ്റമായിരിക്കണം. ആ വികസനത്തിന് വേണ്ടി ജനം തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ് എന്ന് പറയുന്നത്. RYFിൻ്റെ അധ്യക്ഷൻ നിലയ്ക്ക് കുറച്ച് രാഷ്ട്രീയപരമായ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നത്. കാരണം ഇരവിപുരം മണ്ഡലം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഇപ്പോൾ NK പ്രേമേന്ദ്രൻ്റെ മകൻ അവിടെ മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നതിലാണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുണ്ടോ? എന്താണ് പാർട്ടിയുടെ തീരുമാനം? അല്ലെ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചവറയും കുന്നത്തൂരുമാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒരു തീരുമാനം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കി മണ്ഡലം ഇവിടെ സന്ദീപ് ജി തന്നെ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങലും മട്ടന്നൂരിനെ സംബന്ധിച്ചെല്ലാം ചർച്ചകൾ തുടരുകയാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി നിന്ന ഞങ്ങൾക്ക് കാലങ്ങളായി ഇടതുപക്ഷത്തിന് മേൽക്കെയുള്ള മണ്ഡലങ്ങളിലായിരുന്നു ഞങ്ങൾ മത്സരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വേണമെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരമാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ജയസാധ്യതയുള്ള തെക്കൻ ജില്ലകളിലേക്ക് സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇരുവരത്തെ സംബന്ധിച്ചൊന്നും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മീഡിയ ഉയർത്തുന്ന പേരുകൾ എന്നുള്ളതിനും അപ്പുറം പാർട്ടിക്കകത്ത് ഗൗരവതരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കൂടിയെങ്കിലും ആ നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഇരവിപുരവും കുന്നത്തൂരും ചവറയും ഒഴികെയുള്ള ബാക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചെല്ലാം ഒരു ചർച്ചയും ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല, വരാൻ പോകുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി ആരായാലും ഇപ്പോൾ ഈവൻ കുന്നത്തൂർ ഞാനല്ല എന്ന് പറഞ്ഞാൽ പോലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ ഒരു 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 ജനവികാരം രൂപപ്പെടുകയാണ്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും ഐക്യജനാധിപത്യങ്ങളുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങളാകെ നാടാകെ ഐക്യജനാധിപത്യങ്ങളുടെ പ്രവർത്തകരാകെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനും അപ്പുറം UDFിൻ്റെ വിജയത്തിനായി ഞങ്ങളെല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇരവരത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇനി ഈ മട്ടന്നൂരും ആറ്റിങ്ങലും കൊടുത്തിട്ട് ലഭിക്കുന്ന സീറ്റുകളിലടക്കം രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകും. അപ്പോൾ ഈ മട്ടന്നൂരും ആറ്റിങ്ങലും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല? തീർച്ചയായും ആ 2 സീറ്റുകളെ സംബന്ധിച്ച് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സീറ്റുകളെ സംബന്ധിച്ച് നമുക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജയസാധ്യതയുള്ള തെക്കൻ ജില്ലകളിലേക്ക്, പ്രത്യേകിച്ച് വാമനപുരം, അമ്പലപ്പുഴ പോലെയുള്ള സീറ്റുകളിലേക്കൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് പാർട്ടി സീനിയർ മോസ്റ്റ് നേതാക്കളാണ് ആ ചർച്ചകൾക്ക് പോകുന്നത്. അതിനെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം UDFിൻ്റെ ചെയർമാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളെ പോലെ UDFിൻ്റെ സീറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു അവ്യക്തതയും ഉണ്ടാകില്ല. കാലേ കൂട്ടി തീരുമാനങ്ങൾ എടുത്ത് തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ ഏകദേശം KPCC ഒരു സാമ്പത്തിക സഹായം അനുവദിക്കുകയുണ്ടായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ. മത്സരിക്കുന്ന പാർട്ടി എന്നുള്ളതിൽ RSPയും അതിനനുബന്ധമായി സാമ്പത്തികമായി സഹായം ബൂത്ത് കമ്മിറ്റികൾക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും മുമ്പ് ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഇത്തവണ ഒറ്റ മനസ്സോടുകൂടി വളരെ ഐക്യത്തോടുകൂടി നിയോജക മണ്ഡല സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ
7 സീറ്റ് 5 മുതൽ 7 വരെയുള്ള സീറ്റുകൾ എ ക്ലാസ് എന്നും മറ്റ് സാധ്യതാ പട്ടിക അങ്ങനെ ക്ലാസ് തിരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റികൾ ഡെഡായിട്ടുള്ളവ പുനഃസംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് 1-ാം ഘട്ടം കഴിഞ്ഞു. വോട്ടർ പട്ടിക SIR പഠനവും സന്ധ്യാശില്പശാലകളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഏകദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോകുവാൻ ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിൽ പോലും കഴിഞ്ഞു. കാരണം നമുക്കറിയാം ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു ഉരുക്കു കോട്ടയാണ്. ആ കോട്ടയാണ് കഴിഞ്ഞ വർഷം നമ്മൾ വിറപ്പിച്ചത്. ആ കോട്ടയെ തീർച്ചയായിട്ടും ഉല്ലാസ് ഈ പ്രാവശ്യം ആ കോട്ട തകർക്കാൻ ഉല്ലാസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. കാരണം ആദ്യമായി സംസ്ഥാനത്തൊരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഉല്ലാസ് കഴിഞ്ഞ 2 തവണ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ആളാണ്. തീർച്ചയായിട്ടും ഇത്തവണ ഉല്ലാസിന് അനുകൂലമായി സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.